6 to 12 lakhs ഒക്കെയാണ് ഓരോ ഏജൻസീസും ചോദിക്കുന്നത്. അത് ഓരോ ഏജൻസി വെച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിൻ്റെ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ. ഒരു QQI ലെവൽ 5 എന്നൊരു കോഴ്സ് ഉണ്ട്. അപ്പോൾ ആ കോഴ്സ് ചെയ്തിട്ട് വരുവാണ് ചെയ്യുന്നത് കൂടുതലും ആൾക്കാർ. പ്ലസ് പോയിന്റ് എന്ന് പറയാനാണെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് പാസ്സാവണം നിർബന്ധമില്ല. അതായത് OET IELTS അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പാസ്സാവണം നിർബന്ധമില്ല. നഴ്സ് ജോബിൽ നിന്നിട്ട് നാട്ടിൽ നിന്ന് ട്രൈ ചെയ്തിട്ട് നടക്കാത്തവർ കെയർ ഗീവറായിട്ട് വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി OET ക്ലിയർ ചെയ്തിട്ട് പിന്നെ നഴ്സിംഗ് ഫീൽഡിലേക്ക് മാറി ഒത്തിരി പേര് എനിക്കറിയാം. അപ്പോൾ ഒരു വർഷം കഴിയുമ്പം ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ എക്സ്പെൻസസ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. കാരണം ചില നഴ്സിംഗ് ഹോംസ് നല്ലതായിരിക്കണം നിർബന്ധമില്ല. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫൊക്കെ എപ്പോഴും നന്നായിട്ട് ബിഹേവ് ചെയ്യണം നിർബന്ധമില്ല. സോ എന്ത് വന്നാലും ഫേസ് ചെയ്യും എന്ന് ധൈര്യത്തോടു കൂടി വരുന്നവർക്ക് മാത്രമേ ഇവിടെ എക്സൽ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഹലോ ഗായ്സ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെയർ ഗീവർ ജോബ് ഇൻ അയർലൻഡ്, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനറ്റ് മേരി. ഞാൻ അയർലൻഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ചാനലിൽ ഞാൻ വ്ളോഗ്സ് ഇടാറുണ്ട്, റിക്വസ്റ്റ് പ്രകാരം വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിടാറുണ്ട്, അതുപോലെ തന്നെ കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, പിന്നെ ഇടയ്ക്ക് ഡാൻസ് കളിച്ചിടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാനൽ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. കെയർ ഗീവർ ജോബ് ഇൻ അയർലൻഡ്. ഇപ്പം കുറേ പേർക്ക് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അവിടെ കെയർ ഗീവറായിട്ട് വരാനുള്ള ഓപ്ഷൻ എങ്ങനെയൊക്കെയാണ്, ഡീറ്റെയിൽസ് പറയാമെന്ന് ചോദിച്ചിട്ട്. കെയർ ഗീവറായിട്ട് അയർലൻഡിൽ വരാൻ വേണ്ടിയിട്ട് പല ഏജൻസീസ് ഉണ്ട്. 6 to 12 lakhs ഒക്കെയാണ് ഓരോ ഏജൻസീസും ചോദിക്കുന്നത്. അത് ഓരോ ഏജൻസി വെച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിൻ്റെ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ. കെയർ ഗീവറായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഗവൺമെന്റിന്റെ കാര്യങ്ങളാണെങ്കിൽ നഴ്സിംഗ് ഹോമിന്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിലും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നഴ്സുമാരെയാണ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫീൽഡിലുള്ള ആൾക്കാരെയാണ്. കാരണം അവർക്കാർക്കും കുറച്ചും കൂടെ ജെല്ലായിട്ട് ഇവിടുത്തെ റെസിഡൻസ് ഒക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാരെയാണ്. പിന്നെ നമുക്കൊരു കോഴ്സ് ഉണ്ട്, ഒരു QQI ലെവൽ 5 എന്നൊരു കോഴ്സ് ഉണ്ട്. അപ്പോൾ ആ കോഴ്സ് ചെയ്തിട്ട് വരുവാണ് ചെയ്യുന്നത് കൂടുതലും ആൾക്കാർ. കാരണം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് ജെല്ലായിട്ട് പോകാൻ, അല്ലെങ്കിൽ നല്ല പാടായിരിക്കും. കാരണം നമ്മുടെ നാട്ടിലെ പോലത്തെ കസ്റ്റമേ അല്ല ഇവിടെ വന്നു കഴിയുമ്പോൾ, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പിന്നെ ജോബിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും, ഡേ ഷിഫ്റ്റ് ഉണ്ടാവും. നൈറ്റ് ഷിഫ്റ്റ് കമ്പൽസറി ആണ്. ഹെൽത്ത് കെയർ ചെക്കപ്പിന്റെ സമയത്ത്, ഇന്റർവ്യൂവിന്റെ സമയത്ത് അവർ ചോദിക്കും നൈറ്റ് ഷിഫ്റ്റ് എടുക്കാൻ ഓക്കെ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കമ്പൽസറി ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ റിക്രൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ പോകും. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാനാണെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് പാസ്സാവണം നിർബന്ധമില്ല. അതായത് OET IELTS അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പാസ്സാവണം നിർബന്ധമില്ല. കെയർ ഗീവർ ജോബ് നല്ലൊരു ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അയർലൻഡിലോട്ടോ അല്ലെങ്കിൽ UK പോകാൻ ട്രൈ ചെയ്തിട്ട് പോകാൻ പറ്റാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇവിടെ നേഴ്സായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നേഴ്സായിട്ട് വന്നതിന് ശേഷം ഇവിടുത്തെ റെസിഡൻസ് ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ സംസാരിച്ച് ഇവിടുത്തെ കസ്റ്റവും ഇവിടുത്തെ രീതികളൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്കിവിടെ OET എക്സാം എഴുതാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ OET നമുക്ക് ഇവിടുന്ന് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ തന്നെ നേഴ്സായിട്ട് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റും. അതൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ അയർലൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കൺട്രിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം പേ റേറ്റ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. എൻ്റെ ഒരു അറിവിൽ ലാസ്റ്റ് പേ റേറ്റ് 14.7 എന്തോ ആണ്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില നഴ്സിംഗ് ഹോമിൽ അത്രയും കൊടുക്കും, ചില നഴ്സിംഗ് ഹോമിൽ അതിൽ കുറവായിരിക്കും. ഗവൺമെന്റിൽ കയറണമെങ്കിൽ അതിനേക്കാളും കുറവായിരിക്കും. പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലേക്ക് ഡയറക്റ്റ്ലി കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇവിടെ നമ്മൾ നഴ്സിംഗ് ഹോമിൽ കയറി ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഗവൺമെന്റിൽ കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഗവൺമെന്റിലേക്ക് നമുക്ക് ട്രൈ ചെയ്യാം. ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാം. അതിന് പ്രശ്നമില്ല. പക്ഷെ ഇങ്ങോട്ട് വരുന്ന കാര്യം കുറച്ച് സ്ട്രഗ്ലിംഗ് ആകും ചിലപ്പോൾ. കാരണം ഒരു എമൗണ്ട് കണ്ടെത്തുന്നത് സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ 6 lakh to 12 lakh ആണ് ആവുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഓരോ ഏജൻസിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ് മേടിക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് അറിയത്തില്ല. ഒരുപാട് ഏജൻസീസ് ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരുപാട് തട്ടിപ്പുകളൊക്കെ പെടുന്നത് കൊണ്ട് തന്നെ വിശ്വസിച്ചുള്ള ഏജൻസീസിനെ കണ്ടെത്തി അങ്ങനെ റിക്രൂട്ട്മെന്റ് വഴി നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അയർലൻഡ്. കാരണം ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. നമുക്ക് കെയർ ഗീവറായിട്ട് വന്നതിന് ശേഷം നേഴ്സസ് ആയിട്ട് മാറി, മീൻസ് നേഴ്സ് ജോബിൽ നിന്നിട്ട് നാട്ടിൽ നിന്ന് ട്രൈ ചെയ്തിട്ട് നടക്കാത്തവർ കെയർ ഗീവറായിട്ട് വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി OET ക്ലിയർ ചെയ്തിട്ട് പിന്നെ നഴ്സിംഗ് ഫീൽഡിലേക്ക് മാറി ഒത്തിരി പേര് എനിക്കറിയാം. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ്. കെയർ ഗീവറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 year കഴിഞ്ഞിട്ടേ നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ സിംഗിൾ ആയിട്ട് തന്നെ 1 year ഇവിടെ നിൽക്കേണ്ടി വരും. നേരത്തെ നമുക്ക് ഒരുപാട് നിയമങ്ങളുടെ സ്ട്രഗ്ലിംഗ് ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ നിയമങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 1 വർഷം കഴിയുമ്പോൾ ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ എക്സ്പെൻസസ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം സിംഗിൾ ആയിട്ട് ഇരിക്കുമ്പോഴുള്ള എക്സ്പെൻസസ് അല്ല, ഫാമിലി ആയിട്ട് വരുമ്പോൾ നല്ലപോലെ കൂടും. നമുക്ക് ഒരു മാസം സിംഗിൾ ആയിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഗോൾവേ അല്ലെങ്കിൽ വേറെ വേറെ കൗണ്ടികളിലുള്ള കൗണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇവിടുത്തെ നമ്മളുടെ ഡിസ്ട്രിക്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓരോ കൗണ്ടിയിലെ എക്സ്പെൻസസ് ഡിഫറെൻ്റ് ആണ്. അപ്പം സിറ്റി ആയിട്ട് അല്ലെങ്കിൽ ടൗൺ ആയിട്ട് അടുക്കും തോറും എക്സ്പെൻസസ് കൂടിക്കൊണ്ടിരിക്കും. സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു 500-600 യൂറോ പെർ മന്ത് എക്സ്പെൻസ് വരുന്ന സ്ഥാനത്ത് ഫാമിലി ആയിട്ട് വരുമ്പോൾ അത് 2500-3000 വരെയൊക്കെ ഒരു മന്തിൽ എക്സ്പെൻസ് റെന്റ് മാത്രം വരുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഈ കാർ വേണ്ടി വരും. അപ്പോൾ കാറിൻ്റെ പെട്രോളിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ ചിലവിലെ സംഭവങ്ങൾ മേടിക്കുന്ന അങ്ങനെ ചിലവുകളൊക്കെ കൂടെ നല്ല എക്സ്പെൻസീവാണ്. ഫാമിലിയുടെ കാര്യം ഞാൻ പറയാനാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഓരോ നഴ്സിംഗ് ഹോമിലും ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ പേയ്മെൻറ്റ്. അതുപോലെ തന്നെ ഡ്യൂട്ടീസും ചില നഴ്സിംഗ് ഹോമിൽ ഡിഫറെൻ്റ് ആണ്. നമുക്ക് നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും എടുക്കേണ്ടി വരും. കൂടുതലായിട്ടും പേഴ്സണൽ കെയർ മീറ്റ് ചെയ്യുന്നതാണ് കെയറിൻ്റെ മെയിൻ ജോബ്. പേഴ്സണൽ കെയർ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ പല്ല് തേപ്പിച്ച് കൊടുക്കുക, അതുപോലെ തന്നെ കുളിപ്പിക്കുക, അവരുടെ ഡയപ്പർ മാറ്റുക, അവരെ ടോയ്ലറ്റിൽ കൊണ്ടുപോവുക, ഇവിടെ കൊമോഡ് ഉണ്ട്, അപ്പോൾ കൊമോഡിൽ ഇരുത്തി അവരെ ക്ലീൻ ചെയ്യുക, അങ്ങനെ പേഴ്സണൽ കെയർ എല്ലാം നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ മടിയില്ലാത്തവർക്കാണ് കെയർ ഗിവർ എന്നൊരു ജോബിലേക്ക് വരാൻ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി ശരിക്കും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഒരുപാട് പേരായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ലാംഗ്വേജിൽ കുറച്ച് ഡൗൺ ആയിട്ട് തോന്നുന്നവർക്കൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നന്നായിട്ട് എക്സൽ ചെയ്യാനൊരു ഓപ്ഷനാണ്. അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. പിന്നെ നമ്മൾക്ക് ആൾക്കാർ നമ്മളോടുള്ള പെരുമാറ്റം ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല വില തരുന്ന ആൾക്കാരാണ് അയർലൻഡിലുള്ളവർ. സോ അങ്ങനെ കുറേ പ്ലസ് പോയിന്റ്സ് അയർലൻഡിലുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഫാമിലിയിൽ കൊണ്ടുവരാൻ 1 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ജെന്യൂൻ ഏജൻസിയിൽ നമുക്ക് കിട്ടിയാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പേഴ്സണൽ കെയറും അതുപോലെ തന്നെ എല്ലാം ചെയ്യാനൊരു മനസ്സുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് ശോഭിക്കാൻ പറ്റത്തുള്ളൂ. പിന്നൊരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. കാരണം ചില നഴ്സിംഗ് ഹോംസ് നല്ലതായിരിക്കണം നിർബന്ധമില്ല. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫൊക്കെ എപ്പോഴും നന്നായിട്ട് ബിഹേവ് ചെയ്യണം നിർബന്ധമില്ല. സോ എന്ത് വന്നാലും ഫേസ് ചെയ്യും എന്ന് ധൈര്യത്തോടു കൂടി വരുന്നവർക്ക് മാത്രമേ ഇവിടെ എക്സൽ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കുക, നമുക്ക് വീഡിയോസ് ചെയ്യാം. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് ചോദിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ ആൻഡ് സൈനിങ് ഓഫ്.